എടോ താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ? സതീർത്യോ 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 ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്ന ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ഈ നേരത്തെ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? എന്റെ കണ്ണു വിട്ട് ചൊരുത്തനും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. അയ്യോ അത് തീർന്നില്ലേ? എവിടെ തീരാൻ? എടാ, ഞാൻ നേരത്തെ വന്ന് ഇടികൊണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. അവരെത്ര പേരുണ്ടാവും? ഒരടിക്കുള്ള ആളുണ്ടാവും, അല്ല ഒരു വണ്ടിക്കുള്ള ആളുണ്ടാവും. ആയിക്കോട്ടെ, അല്ലേ ഗോവിന്ദനാരെ? ഇപ്പൊ കണ്ടാ ചിരിയുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോ കൊലച്ചിരിയാവും. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? അടിത്തട്ടിലേക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. പ്രതീക്ഷിക്കാതെ ചില ദുരന്തങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. നമ്മൾ അതിനൊക്കെ അതിജീവിച്ചല്ലേ പറ്റൂ. കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷെ നീ എനിക്ക് ഉറപ്പ് തരണം, നമ്മൾ തിരിച്ചു കിട്ടുമെന്ന്. പറ്റുമോ? ഇല്ല, നിനക്കും ആ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എപ്പോഴൊക്കെ ചേട്ടനായിട്ട് കണ്ടുപോയി ഞാൻ. എന്തായാലും അവൻ ഈ പ്രോഗ്രാം അലമ്പാക്കുന്നുള്ളത് ഉറപ്പാ. അവനൊന്നും ചെയ്തില്ലെങ്കിൽ ഈ പ്രോഗ്രാം അലമ്പാകും, അതുറപ്പാ. അതിന് താനെന്നോട് കരയുന്നു. കാര്യം ഭംഗിയാക്കിയ രണ്ടുപേർക്കും ഇനിയും കിട്ടും പണം. കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇന്ന് കാണുന്നതൊക്കെ. അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലടാ ചെക്ക. ശിവമോൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാ സമ്മതിക്കൂലെന്ന്. അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. അതിരിക്കട്ടെ, ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? ഈ തങ്കപ്പെട്ട ദേഹത്ത് ഒരു പിടി മണ്ണ് വീണ ഈ സുഖം സഹിക്കൂല. പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല. അതിന് എഞ്ചിൻ കൂടി തകർത്തിട്ടേ പോവുള്ളൂ. പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്യണോ? മുന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ